നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും സുരക്ഷാ സേനയ്ക്കെതിരെയും അധിക്ഷേപകരമായ പോസ്റ്റുകൾ പങ്കുവച്ച സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉടമകൾക്ക് നോട്ടീസ് അയച്ച് ഡൽഹി പോലീസ്. ഇത് കരുതിയിരുന്നതാണ്. കാരണം CJP പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ സമരങ്ങൾ നല്ലതാണ്, പ്രതിഷേധിക്കാനുള്ള അവകാശങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. അതിനെ നമ്മുടെ ഭരണകൂടം ചെയ്തത് തെറ്റാണെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം ഈ ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ഇവിടെയുള്ള ഓരോ പൗരനുമുണ്ട്. പക്ഷേ അതൊരിക്കലും അവരെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടോ വളരെ മോശമായ അശ്ലീലകരമായിട്ടുള്ള ഭാഷയിലോ ആയിരിക്കരുത്. അവിടെ CJP പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ, അദ്ദേഹത്തിൻ്റെ അമ്മയെ വരെ വളരെ മോശമായി സംസാരിക്കുന്ന രീതിയിൽ പല പോസ്റ്റുകളും അവിടെ പ്രൊട്ടസ്റ്റ് എത്തിയിട്ടുള്ള പല വിദ്യാർത്ഥികളും പറയുന്ന ഭാഷ, അത് കേട്ടാൽ അടക്കം വളരെ അറപ്പുളവാക്കുന്ന ഭാഷയിൽ വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. മാധ്യമങ്ങളോട് അവർ റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ പെൺകുട്ടികളുമുണ്ട് ആൺകുട്ടികളുമുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ആ സമയങ്ങളിൽ ഇത്തരത്തിൽ അധിക്ഷേപകരമായിട്ടുള്ള പോസ്റ്റുകൾ ഇട്ട വ്യക്തികളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോട് ആവശ്യപ്പെടുകയും ഇവ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ചില ന്യൂസ് പോർട്ടലുകൾ അടക്കം ഡൽഹി പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. പ്രതിഷേധങ്ങളെ കുറിച്ച് വ്യാജ കഥകളും ഡീപ് ഫേക്ക് വീഡിയോകളും പ്രചരിപ്പിച്ച പാകിസ്ഥാനുമായി ബന്ധമുള്ള 400-ലധികം സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഡൽഹി പോലീസ് വ്യക്തമാക്കി. എക്സ് അടക്കമുള്ളവർക്കും പോലീസ് നൽകിയ നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്: പ്രധാനമന്ത്രി അടക്കമുള്ളവർക്കെതിരെയുള്ള അധിക്ഷേപകരമായ പോസ്റ്റ് വീഡിയോ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉടനടി നീക്കം ചെയ്യുക. ഉള്ളടക്കം പോസ്റ്റ് ചെയ്ത അക്കൗണ്ട് ഉടമയുടെ മുഴുവൻ വിശദാംശങ്ങളും, അതായത് പൂർണ്ണമായ പേര്, വിലാസം, ഫോൺ നമ്പർ, ഇമെയിൽ ID, ലോഗിൻ ലോഗൌട്ട് വിശദാംശങ്ങൾ, തീയതിയും സമയവും സഹിതം നൽകുക. അന്വേഷണത്തിന് സഹായിക്കുന്ന മറ്റേതെങ്കിലും പ്രസക്തമായ വിവരങ്ങൾ പങ്കുവയ്ക്കുക. അധിക്ഷേപകരമായ പോസ്റ്റ് വീഡിയോയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഭാവിയിലെ അന്വേഷണത്തിനായി സംരക്ഷിക്കുക. ഭാരതീയ സാക്ഷ്യ അധിനിയമം സെക്ഷൻ 63(4) പ്രകാരമുള്ള തെളിവുകൾ നൽകുക. പോലീസിന്റെ സൈബർ സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് ടീമുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നിരന്തരം നിരീക്ഷിച്ചു വരികയാണ്. നിയമവിരുദ്ധമായ ഉള്ളടക്കം കണ്ടെത്തിയാൽ അക്കൗണ്ട് ഉടമകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റുകൾ, വീഡിയോകൾ, കമന്റുകൾ എന്നിവ വിശദമായി പരിശോധിച്ച ശേഷമാണ് നടപടി. നിയമവിരുദ്ധവും അധിക്ഷേപകരവുമാണെന്ന് കണ്ടെത്തുന്ന ഉള്ളടക്കങ്ങൾ ഉടൻ നീക്കം ചെയ്യാൻ പ്ലാറ്റ്ഫോമുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പോസ്റ്റുകളും വീഡിയോകളും ഇതിനകം നീക്കം ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. പ്രധാനമന്ത്രിയെയും മറ്റ് കേന്ദ്രമന്ത്രിമാരെയും ലക്ഷ്യമിട്ടുള്ള അധിക്ഷേപ പരാമർശങ്ങൾ, AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സൃഷ്ടിച്ച ദൃശ്യങ്ങൾ, നിയമലംഘനത്തിന് ഇടയാക്കുന്ന ഉള്ളടക്കങ്ങൾ എന്നിവയാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. ആവശ്യമെങ്കിൽ കൂടുതൽ അക്കൗണ്ടുകൾക്കും സമൂഹ മാധ്യമ കമ്പനികൾക്കും നോട്ടീസ് നൽകുമെന്നും അന്വേഷണവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. പ്രതിഷേധത്തിനിടെ സമൂഹ മാധ്യമങ്ങളിലൂടെ തെറ്റായ വിവരങ്ങളും എഡിറ്റ് ചെയ്ത വീഡിയോകളും അധിക്ഷേപകരമായ ഉള്ളടക്കവും വ്യാപകമായി പ്രചരിപ്പിച്ചെന്ന പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് ഡിജിറ്റൽ നിരീക്ഷണം ശക്തമാക്കിയതെന്നും പോലീസ് പറയുന്നു. ഇത്തരം പോസ്റ്റുകൾ നിയമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നടപടി സ്വീകരിച്ചതെന്നാണ് പോലീസിന്റെ വാദം. അതേസമയം രാജ്യത്തെ പരീക്ഷാ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ചവർക്കെതിരെ പോലീസ് നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനെതിരെയും CJP രംഗത്തെത്തിയിരുന്നു. പ്രതിഷേധിച്ചവർക്കെതിരെ നടപടികൾ ഉണ്ടായാൽ വീണ്ടും സമരവുമായി രംഗത്തിറങ്ങുമെന്നാണ് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ വ്യക്തമാക്കിയത്. വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കില്ലെന്ന് സർക്കാർ നൽകിയ ഉത്തരവിലാണ് സമരം അവസാനിപ്പിച്ചതെന്നും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നും അഭിജിത് ദീപ്കെ വ്യക്തമാക്കി. സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികൾ വീണ്ടും ആരംഭിക്കുമെന്ന് CJP പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രിയെ രാജിവെപ്പിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെ കാത്തിരിക്കുന്നത് പ്രക്ഷോഭങ്ങളുടെ നീണ്ട നിരയാണ്. ഇക്കൂട്ടത്തിൽ സംഘപരിവാർ സംഘടനകളുമുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടിക്ക് സമാനമായി സമൂഹ മാധ്യമങ്ങളിൽ രൂപപ്പെട്ട മറ്റൊരു കൂട്ടായ്മയായ E20 ജനതാ പാർട്ടി പെട്രോളിൽ എഥനോൾ ചേർക്കുന്നതിനെതിരെ തെരുവിലിറങ്ങുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് EJPയുടെ ലക്ഷ്യം. എഥനോൾ ചേർക്കാത്ത പെട്രോളിനായി ഡൽഹിയിലെ ടൂറിസ്റ്റ്
ടാക്സി ഡ്രൈവർമാരുടെ കൂട്ടായ്മ ഓഗസ്റ്റ് 4-ന് പാർലമെന്റ് മാർച്ച് നടത്തും. കൃഷി നിയമങ്ങൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് ഒരു വർഷത്തോളം നീണ്ട സമരം നടത്തിയ കർഷക സംഘടനകളും വീണ്ടും പ്രക്ഷോഭത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. US-ഉമായുള്ളതുൾപ്പെടെ കർഷക വിരുദ്ധമായ വ്യാപാര കരാറുകളിൽ നിന്ന് പിന്മാറുക, മിനിമം താങ്ങുവിലയ്ക്ക് നിയമം കൊണ്ടുവരിക തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ. ഓഗസ്റ്റ് 10-ന് രാജ്യത്ത് 1000 കേന്ദ്രങ്ങളിൽ ട്രെയിനുകളും വാഹനങ്ങളും തടയാനും ഒക്ടോബർ 3-ന് രാജ്യവ്യാപകമായ മഹാപഞ്ചായത്തുകൾ നടത്താനും നവംബർ 26 മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങാനുമാണ് തീരുമാനം. ഡൽഹി ഉൾപ്പെടെ 100 സ്ഥലങ്ങളിൽ സമരവേദി ഉണ്ടാകുമെന്നും ദേശീയ കൺവെൻഷന് ശേഷം സംയുക്ത കിസാൻ മോർച്ച പറഞ്ഞു. ലേബർ കോഡുകൾ നടപ്പാക്കിയതിൽ BMS-നുള്ള അതൃപ്തിയും മറ്റൊരു വൻ പ്രക്ഷോഭത്തിലേക്കാണ് നീങ്ങുന്നത്. വ്യവസായ ബന്ധ കോഡ്, തൊഴിലിട സുരക്ഷാ കോഡ് എന്നിവയിലെ വ്യവസ്ഥകളിലാണ് എതിർപ്പ്. കഴിഞ്ഞ നവംബർ 21-ന് രാവിലെ BMS ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തിയ തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ BMS നിർദ്ദേശിച്ച മാറ്റങ്ങൾ വരുത്തുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. ഇത് പാലിക്കാത്തതാണ് പ്രകോപനം. ESI പരിധി 42,000 രൂപയാക്കുക, EPF മിനിമം പെൻഷൻ 7,500 രൂപയാക്കുക, ശമ്പള പരിധി 30,000 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും BMS ഉയർത്തുന്നു. നിഷേധാത്മക സമീപനം തുടർന്നാൽ മറ്റു തൊഴിലാളി സംഘടനകൾക്കൊപ്പം ചേർന്ന് പ്രക്ഷോഭത്തിനിറങ്ങാനും മടിക്കേണ്ടതില്ലെന്നാണ് ദേശീയ സമിതി തീരുമാനം. ഡൽഹി ജന്തർ മന്ദറിൽ 36 ദിവസമായി തുടർന്നു വന്ന പ്രതിഷേധം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പ്രതിഷേധക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസും FIR-കളും പിൻവലിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയിരുന്നു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഈ തീരുമാനത്തിൽ എത്തിയത്. എന്നാൽ ഈ വാഗ്ദാനം പാലിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടുവെന്ന് മാത്രമല്ല, ബീഹാർ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്യുന്നത് തുടരുകയാണെന്നും അശുതോഷ് റാങ്ക വ്യക്തമാക്കി. രേഖാമൂലമുള്ള ധാരണാപത്രം ചൊവ്വാഴ്ചയ്ക്കകം ലഭിക്കുകയും അറസ്റ്റിലായ പ്രതിഷേധക്കാരെ ഉടനടി മോചിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ സമരം പുനരാരംഭിക്കുമെന്ന് CJP വ്യക്തമാക്കി. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും പരീക്ഷാ പരിഷ്കാരങ്ങളും അടക്കമുള്ള പ്രധാന ആവശ്യങ്ങൾ അംഗീകരിച്ചതിനെ തുടർന്നാണ് പ്രക്ഷോഭകർ പ്രതിഷേധം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത്. കേസ് നടപടികൾ അവസാനിപ്പിക്കുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ ശക്തമായ വഴിതടയൽ സമരത്തിലേക്ക് നീങ്ങുമെന്നും പാർട്ടി അറിയിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെയുള്ള പോലീസ് നടപടികളെ ചെറുക്കുന്നതിനായി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ 1 കോടി രൂപയുടെ നിയമസഹായ നിധി പ്രഖ്യാപിച്ചു. സന്നദ്ധരായ അഭിഭാഷകരെ ഏകോപിപ്പിച്ച് പ്രതിഷേധക്കാർക്ക് സൗജന്യ നിയമസഹായം നൽകാനുള്ള സംവിധാനം CJP രൂപീകരിക്കും. കൂടാതെ പ്രതിഷേധത്തിനിടെ പോലീസ് നടത്തിയ അതിക്രമങ്ങളുടെ ദൃശ്യങ്ങളും ചിത്രങ്ങളും തെളിവുകളായി ശേഖരിക്കുന്നതിനായി സാക്ഷി എന്ന പേരിൽ പ്രത്യേക ഓൺലൈൻ പോർട്ടലും CJP ആരംഭിച്ചിട്ടുണ്ട്.